പിന്നെ ഒരു ആഗ്രഹമുള്ള പലപ്പോഴും നമ്മുടെ ആഗ്രഹം നിവർത്തിക്കുന്നത് ഈ അന്നത്തെ ഓർഗനൈസ് സെക്രട്ടറി ഉമാന്തേട്ടന് 500 രൂപ തന്നു. ആദ്യത്തെ ദിവസം തന്നെ പോയി ഒരു ബിരിയാണി അങ്ങ് മേടിച്ച് കഴിക്കും. എന്താ വെച്ചാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ആദ്യത്തെ ദിവസം അതങ്ങ് തീർക്കും. അത് തീർന്ന് നമ്മുടെ ഈ നാടോടിക്കാറ്റ് സിനിമയിൽ റേഡിയോ വിൽക്കാൻ വേണ്ടി ശ്രീനിവാസൻ പോകുന്നത്. റേഡിയോ വിറ്റിട്ട് കിട്ടിയ 250 രൂപ പട്ടിണിയായിട്ട് കിടക്കുന്ന ശ്രീനിവാസന് 250 രൂപ കിട്ടിക്കഴിയുമ്പോൾ ടാക്സി എന്ന് പറഞ്ഞ് ടാക്സി വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പരിപാടി 500 രൂപ ആദ്യം ബിരിയാണിയാണ്. ആ ബിരിയാണിയുടെ ഇതിലാണ് പിന്നെ നമ്മളങ്ങ് പോകുന്നത്. ബാക്കി എല്ലാ കാര്യവും നടന്നോളും, ഒരു പ്രശ്നമില്ല. ചില ദിവസം വണ്ടിക്കൂലി ഉണ്ടാവില്ല. വണ്ടിക്കൂലി ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ജില്ലാ പ്രചാരം വരും. എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. പറഞ്ഞു പൈസ ഇല്ല. അപ്പോൾ പൈസ എത്ര വേണം നോക്കി, ആ പൈസ തരും. ജില്ലാ പ്രചാരം ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അതെ ജില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ജില്ലാ പ്രചാരം വലിയ സമ്പന്നനാ. ജില്ലാ പ്രചാരം ചിലപ്പോൾ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഒരു ഊണ് കഴിച്ചെന്ന് നോക്കി, ഊണ് കഴിച്ചില്ല. പിന്നെ അന്നൊരു ഇതുണ്ട്. ഇന്നൊക്കെ നമ്മളോട് ഊണ് കഴിച്ചതെന്ന് വെച്ചാൽ ഊണ് കഴിച്ചില്ലെങ്കിലും കഴിച്ചു എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ പിന്നെ കഴിച്ചോളാം. അന്ന് ഊണ് കഴിച്ചതെന്ന് വെച്ചാൽ കഴിച്ചില്ല. ആദ്യം തന്നെ പറയും ഇത് ഊണ് കിട്ടണം ഇപ്പോൾ തന്നെ. പിന്നെ വീടുകളുണ്ടായിരുന്നു, ഒരു 5-6 വീടുകളുണ്ടായിരുന്നു. അവിടെ നമ്മളിങ്ങനെ റൊട്ടേഷൻ പോലെ ഇങ്ങനെ വീടുകളിൽ പോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ അമ്മമാർക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം ഇത് വിശന്നിട്ടുള്ള വരവാണ്, ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നതാണ്. എന്നാൽ നമ്മൾ ചോദിക്കുകയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. നമ്മളവിടെ ചെന്ന് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരപ്പം തന്നെ എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. ഇത് സ്ഥിരം നമ്മൾ ഈ സംഘടനാ പ്രവർത്തനത്തിൽ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ നമ്മളെ കരുതുന്നത് ഇത്രയും വേറെ സംവിധാനങ്ങളില്ല, തുച്ഛമായ പൈസയേ ഉള്ളൂ, പക്ഷേ ഇവൻ ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും വന്നേക്കുന്നത്. ഇത് ഈ ഒരു കരുതലുണ്ടല്ലോ, ഇതൊരു വലിയ ഇത് നമുക്കിത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതാണ് ഈ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഫുൾ ടൈമർ ഷിപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് സംഘടനാപരമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഈ സംഘടന വളർന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനപരമായ രൂപം കിട്ടി. മറ്റേ നമ്മൾ ഒരു ബൗദ്ധിക്ക് കേൾക്കുന്ന പോലെ കേട്ടിട്ട് അവിടെ എങ്ങനെയായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, പിന്നീട് വന്ന് അങ്ങനെയല്ല. നേരിട്ട് നമ്മളങ്ങ് അതിൻ്റെ അകത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇത് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാളെന്ന് പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യും.